ജോലിക്കാരനെ കാത്ത് വാസു നിൽക്കുകയാണ്. എത്ര നേരമായി ജോലിക്കാരനെ കാത്ത് ഞാൻ നിൽക്കുന്നു, ഇതുവരെ അവൻ വന്നില്ല. അവനിങ്ങ് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. ചേട്ടാ, ആ വേലക്കാരനെ ഇതുവരെയായിട്ടും കണ്ടില്ലല്ലോ. അതാണ് അവൻ പറഞ്ഞ സമയവും കഴിഞ്ഞു. അവൻ എപ്പോൾ വരുമെന്ന് എനിക്കറിയില്ല. നീ അതെല്ലാം കൊണ്ട് വെച്ച് നിലവിളക്കെടുത്ത് കത്തിച്ചേ. ദൈവമേ, ഞങ്ങൾക്ക് അധികം അത്യാഗ്രഹമൊന്നുമില്ല. ദിവസം 2500 രൂപ കച്ചവടം ഉണ്ടാക്കി തന്നാൽ മതി. നീ അകത്തേക്ക് പൊക്കേ. നീ ഇവിടെ വരുന്നതിന് മുമ്പ് എന്താ ഇവിടെ സംഭവിച്ചത് നിനക്കറിയാമോ? ഇതാ കേട്ടോ. സംഭവിച്ച കഥയെല്ലാം വിശദീകരിച്ച് പറയുന്നു. ആവശ്യം 2 ചായ, 4 പുട്ടും 5 പപ്പടവും വേണം. ഇത്രയും മതിയോ? മതി. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. ശരി. ജോലിക്കാരനെ കാണാനില്ല. ഇവരൊന്നും എപ്പോൾ സാർ? ഒരു 10 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യണം. ഒരു 10 മിനിറ്റ് കൂടെ. സാർ, അവരെ ഇവിടെ കണ്ടില്ല. ഒന്നും ക്ഷമിക്കും. 10 മിനിറ്റ് പറഞ്ഞിട്ടെന്ന് പറഞ്ഞിട്ട് 1/2 മണിക്കൂർ അന്തോ കളിപ്പിക്കാന്ന്. സാറ് പറഞ്ഞു ഒട്ടും വരുമെന്നാ സാർ പറഞ്ഞത്. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ആരെയും കയ്യിൽ നിന്ന് എനിക്ക് നീ അടി വാങ്ങിച്ചു തന്നാൽ നിന്നെ ഒന്ന് സസ്പീഷ്യസ് അതും നിന്നെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ. പോയി നിന്നെ ജോലി നോക്കണം. ഒരു ചായ വേണം. പറഞ്ഞിട്ടില്ലേ, പെട്ടെന്ന് ഒരു ചായ. ഒരു ചായക്കടക്കാരനും ഇത് പൊറുക്കില്ല. നിനക്ക് എന്റെ വക ഒരു സമ്മാനം. ഇതെന്തിനാ? രംഗം 3. പിന്നെ വാസുവിന്റെ കടയിൽ ആഹാരങ്ങൾ കുറഞ്ഞു, തെറിവിളികൾ കൂടി. ഭാര്യ സഹായത്തിനുമുണ്ടായിരുന്നു. ഒരു ദിവസം ഭാര്യ പത്രം വായിച്ചപ്പോൾ അതിൽ ഒരു ന്യൂസ് കണ്ടു. എന്താ പൊട്ടാണോ? അല്ല ചേട്ടാ, ഞാൻ ചേട്ടാ വിളിച്ചത്. എന്താ കാര്യം പറ. ഈ പത്രത്തിലൊരു ന്യൂസ് കണ്ടോ? ഇനി പത്രത്തിൽ ഒരു ന്യൂസ് അല്ല, തോനെ ന്യൂസുകൾ കാണാൻ നിനക്ക് ഇതുവരെ അറിഞ്ഞൂടെ? അതെനിക്കും അറിയാം ചേട്ടാ. പിന്നെ ഇത് വേറൊരു ന്യൂസാ. ഒരു റോബോട്ടിനെ വിൽക്കാനുണ്ടെന്ന്. അതിന് ഞാൻ തരാണോ? റോബോട്ടിനെ വിൽക്കാനുള്ളവർ വന്ന് വാങ്ങിച്ചോണ്ട് പോയിക്കോളൂ. നിനക്ക് എന്റെ കയ്യിലുള്ള പൈസ കൊടുക്കാനുള്ള എല്ലാ ബുദ്ധിയും ഉണ്ട്. ഈ ചേട്ടനെ കൊണ്ട് തോറ്റു. ചേട്ടാ, ഈ റോബോട്ടിനെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ വീട്ടിൽ ചുമ്മാ ഇരുന്നാൽ മതി. അതെല്ലാ ജോലികളും ചെയ്തോളൂ. അല്ലേ നിനക്ക് ബുദ്ധിയില്ലേലും വിവരം ഇല്ലല്ലേ? എന്ത്? അല്ല, ബുദ്ധി വിവരം ഉണ്ടെന്ന് പറഞ്ഞു. ആ, ഫോൺ എടുത്ത റോബോട്ടിന് ഓർഡർ. നീ ആ നമ്പർ ഒന്ന് പറഞ്ഞു. 98 ഹലോ, ഒരു റോബോട്ടിനെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു കേട്ടു. നിങ്ങളെ കമ്പനിയിലല്ലേ? ഒരു റോബോട്ടിനെ വേണമായിരുന്നു കേട്ടോ. ശരി.
വരുമല്ലോ. ഓ ശരി. സെയിൽസ്മാൻ വന്നു. ആരാ മനസ്സിലായില്ലല്ലോ. എന്റെ കടയിലോട്ട് വിളിച്ചത്. ഓ, ആ യന്ത്ര മനുഷ്യനെ വിൽക്കുന്ന ആളാ. എന്താ അല്ല പിന്നെ ആ യന്ത്ര മനുഷ്യന്റെ ഒരു കോളി ആ സാധനം പറഞ്ഞല്ല കമ്പനി പ്രോഡക്റ്റ്. എനിക്ക് ഈ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയൊന്നും വേണ്ട, മറ്റേ ഇത് ഫാൻസിയിൽ മിനുക്കൊക്കെ വെച്ചിട്ട് ഒരുമാതിരി തിളങ്ങും നമ്മളിങ്ങനെ വെക്കുന്നത്. അതാണ് ആവശ്യം. അത് ശരി. എത്ര രൂപയാണ് അതിന്റെ വില? 10 ലക്ഷം. 10 ലക്ഷം. ഇപ്പൊ എന്റെ 5 ലക്ഷമേ ഉള്ളൂ. നാളെ ശരി ശരി. മനുഷ്യൻ അവിടെ എത്തി. ഞാനിത് എടുത്തു. പിന്നെ ഇത് എല്ലാ ജോലിയും ചെയ്യുമോ? എല്ലാം ചെയ്യും. പിന്നെ ഇത് ഞാനെന്റെ ഭാര്യ ഒന്ന് വിളിച്ചോട്ടെ. എടീ രാധേ, ഇതാണ് ഇതിന്റെ റോബോട്ട്. എന്തൊരു സുന്ദരനായിരിക്കുന്നു കേട്ടോ. ഞാൻ സുന്ദരൻ. എന്തൊരു കറപ്പ് മുഖം കണ്ടു കഴിഞ്ഞാ ഒന്നും പറയാനില്ല. ഞാനിത് എടുത്തു കഴിഞ്ഞു പൈസ വെച്ചോ. ഇനി ഇതിന്റെ ഒരു മിനിറ്റ്, ഇത് എത്ര വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട്? 1 വർഷം. 1 വർഷത്തേ ഉള്ളൂ. 1 വർഷത്തേ ഉള്ളൂ. ഇതിനുള്ള കംപ്ലൈന്റ് ഒന്നും തിരിച്ചുകൊണ്ടെന്നാ ശരിയാക്കി തരുമോ? ശരിയാക്കി. ഇതെല്ലാം ജോലി ചെയ്യോ? ശരി. ശരി, നിങ്ങൾ വയ്ക്കോളൂ. നീ ഇവിടെ ആരും നോക്കാൻ നിൽക്കണം. നീ ആരും കൂടെ അത് നീ ധൈര്യം ഒരു ചായ അടിച്ചു നോട്ട്. ഇത്രയും പെട്ടെന്ന് ചായ ഉണ്ടാക്കി. നല്ല അസല് ചായ. മറ്റേ ഹിന്ദിക്കാരനാണെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടാക്കാറുണ്ടോ? സത്യം. നീ കടയിൽ ജോലി മൊത്തം നീ നോക്കിയാൽ ശരി. അതെല്ലാം കഴിവേ റെഡിയായിട്ട് വെച്ചോ. ഒരു ദിവസം രാവിലെ വാസു വിചാരിച്ചു, ഇനി ഈ കടയിലെ എല്ലാ ജോലിയും ആ റോബോട്ട് നോക്കിക്കോളൂ. ഇനിയിപ്പൊ ഞാനിവിടെ നിന്നിട്ട് എന്താ, ഞാനൊന്ന് തീർത്ഥാടനത്തിന് പോയത്. പക്ഷെ എന്റെ ഭാര്യ ആര് നോക്കും? ഐഡിയ. റോബോട്ട്, ഞാനൊരു തീർത്ഥാടനത്തിന് പോവുകയാ. നീ എന്റെ ഭാര്യയെ സ്വന്തം ചേച്ചിയെ പോലെ നോക്കണം. ഞാൻ പോകുന്ന വിവരം നീ ആരടുത്തും പറയരുത് കേട്ടോ. ശരി, ഞാൻ പോയിക്കേ. നീ എന്റെ ജോലി വായിക്കൂ. പറയാതെ തീർത്ഥാടനത്തിന് പോയി. ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി വാസു ഇതുവരെയായിട്ടും തിരിച്ചു വന്നില്ല. ഒരു ദിവസം വാസു തന്റെ കടയിലേക്ക് തിരിച്ചു വന്നു. വാസു ഇതാ വീട്ടിലേക്ക് പോകുന്നു. രാധേ, ഞാൻ നിന്റെ വാസുവണ്ണനാ രാധേ, വാസുവണ്ണൻ. ഞാനൊരു തീർത്ഥാടനത്തിനായിരുന്നു രാധേ. എന്തുകൊണ്ട് എന്റെ അടുത്ത് പറഞ്ഞില്ല? പണ്ട് ഒരു സ്വാമി പറഞ്ഞു, ആരടുത്തും പറയരുത് തീർത്ഥാടനത്തിൽ പോകുമ്പോൾ, അതുകൊണ്ട് പുണ്യം കിട്ടും. ഞാനൊരു തീർത്ഥാടനത്തിന് പോയിരുന്നോ? അത് ഒരു സ്വാമി എന്റെ പറഞ്ഞ കാര്യം ആരടുത്തും പറയരുത്. മക്കളാ, ഞാൻ പോണവരോട് എനിക്ക് മക്കളൊന്നും ഇല്ലായിരുന്നല്ലോ. എങ്കിൽ ഈശ്വര, ഇപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇരിക്കേണ്ടടുത്ത് ഇരിക്കേണ്ടവ ഇരുന്നില്ലെങ്കിൽ അവിടെ യന്ത്ര